ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ ബയോളജി ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീ ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ സെക്കൻഡ് ടേം എക്സാമിനേഷൻ, നിങ്ങളുടെ ഹാഫ് ഇയർലി എക്സാമിനേഷൻ, അതിൻ്റെ ആൻസർ കീ ആണിത്. ബയോളജി ആണ് നമ്മളിന്ന് നോക്കുന്നത്. എല്ലാ സബ്ജക്ട്സിൻ്റെയും ആൻസർ കീ നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബയോളജി ആൻസർ കീ ആണ് 10ാം ക്ലാസ്സിൻ്റെ. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് കണ്ട് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇസ് നോട്ട് എ കമ്പോണൻറ്റ് ഓഫ് ദി ന്യൂക്ലിയോടൈഡ് ഓഫ് DNA മോളിക്യൂൾ? ആൻസർ വരുന്നത് റൈബോസ് ഷുഗർ ആണ്, ഓപ്ഷൻ എ. 2. Analyze the following statement and reason and choose the correct answer from the options given below. സ്റ്റേറ്റ്മെൻറ്റും റീസണും നോക്കിയിട്ട് കറക്റ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എ, prolactin helps in the secretion of milk after childbirth. Reason, it is secreted by the pituitary gland after delivery. ആൻസർ വരുന്നത് എന്താണ്? ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് ആർ എക്സ്പ്ലൈൻസ് എ. കറക്റ്റ് ആണ്, ഇതാണ് ശരി. 3. Which statement correctly describes the function of auxin? Auxin function option B ആണ്, promotes elongation of cells in shoots. നാലാമത്തെ ചോദ്യം, a teacher asked students to identify the preventable eye disease caused by nutritional deficiency. Which one should they choose? അപ്പോൾ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആണ്, അത് സീറോഫ്താൽമി ആണ്, സി. അടുത്തത് ആൻസർ ക്വസ്റ്റ്യൻസ് ഫ്രം 5 to 11 ഈച്ച് ക്യാരീസ് 2 സ്കോർ ആണ്. അഞ്ചാമത്തെ, എ പേഷ്യൻറ്റ് ഫീൽസ് വെരി തേഴ്സ്റ്റി, ഹംഗ്രി, യൂറിനേറ്റ്സ് ഫ്രീക്വൻറ്റ്ലി ആൻഡ് ഓഫൻ ഫീൽസ് ടയേർഡ്. എ എന്താ? ഐഡൻറ്റിഫൈ ദ ഗ്ലാൻഡ് ആൻഡ് ദ ഹോർമോൺ റിലേറ്റഡ് ടു ദിസ് ഫംഗ്ഷൻ. ഈ ഒരു ഫംഗ്ഷനുമായി റിലേറ്റ് ചെയ്ത് കിടക്കുന്ന, ഈ കണ്ടീഷനുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഇൻസുലിൻ ആണ്. പാൻക്രിയാസ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആണ് ഇത് സെക്രീറ്റ് ചെയ്യുന്നത്. ഇൻസുലിൻ ഹോർമോണ് സെക്രീറ്റ് ചെയ്യുന്നത് ഗ്ലാൻഡ് ആണ് കേട്ടോ. പാൻക്രിയാസ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻ ഗ്ലാൻഡ് ആണ്. അതുപോലെ തന്നെ അത് ഹോർമോണിൻ്റെ പേര് ഇൻസുലിൻ. ബി, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ പേഷ്യൻറ്റ് ഇഗ്നോർസ് ദിസ് കണ്ടീഷൻ? ഈ കണ്ടീഷൻ പേഷ്യൻറ്റ് ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇഫ് ഇഗ്നോർ, ഇറ്റ് ക്യാൻ ലെഡ് ടു ഹേർട്ട് ഡിസീസ്, സ്ട്രോക്ക്, റീനൽ ഡിസീസസ് ആൻഡ് വിഷൻ പ്രോബ്ലംസ്. ആറാമത്തെ ചോദ്യം, മോഡേൺ മെഡിസിൻസ് മേക്സ് യൂസ് ഓഫ് ബയോളജിക്കൽ കൺസെപ്റ്റ് സച്ച് എസ് ഇവല്യൂഷൻ ആൻഡ് ജനറ്റിക്സ് ടു ട്രീറ്റ് ഡിസീസസ് മോർ എഫക്റ്റീവ്ലി. റൈറ്റ് സൂട്ടബിൾ എക്സാമ്പിൾസ് ഫോർ ദിസ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഇവല്യൂഷണറി, ക്ലിനിക്കൽ മെഡിസിൻ ആൻഡ് പേഴ്സണലൈസ്ഡ് മെഡിസിൻ. By studying how bacteria or viruses resist drugs, existing treatments are modified or new methods are created. Personalized medicine is designed by looking at these genes and family genetic history എന്ന് മതി. at genes and family genetic history എന്ന് മാത്രം മതി. ഏഴാമത്തെ, എ മാൻ സ്റ്റാൻഡിങ് ഓൺ ദി സീഷോർ സഡൻലി നോട്ടീസസ് എ ചൈൽഡ് ബീങ് പുൾഡ് അവേ ബൈ സ്ട്രോങ് വേവ്സ്. വിതൗട്ട് തിങ്കിങ് ട്വൈസ് ഹി ജംപ്സ് ഇൻ ടു ദ വാട്ടർ ടു സേവ് ദ ചൈൽഡ്. എ, വിച്ച് ഹോർമോൺ ബിക്കം ആക്റ്റീവ് ഇൻ ദിസ് എമർജൻസി സിറ്റുവേഷൻ? നമുക്ക് എമർജൻസി സിറ്റുവേഷനിൽ പ്രവർത്തിക്കുന്ന ഹോർമോൺ എപ്പിനെഫ്രിൻ ആണ്. എഡ്രിനാലിൻ, നോർ എഡ്രിനാലിനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് എപ്പിനെഫ്രിൻ, അതിൻ്റെ വേറൊരു പേരാണ് എപ്പിനെഫ്രിൻ എന്നുള്ളത്. Explain how this hormone helps him to act quickly and face the situation effectively. B, the answer, together with the sympathetic nervous system, epinephrine increase heart rate and blood pressure, blood glucose levels and blood flow to the heart and muscles. 8. A person lost both sensation and movement of the leg after an injury. The doctor found that a mixed nerve was damaged. Why did the damage to a single mixed nerve cause both loss of sensation and movement? അപ്പോൾ ഈ മിക്സഡ് നെർവിൻ്റെ കാര്യമാണ് ഇവിടെ. മിക്സഡ് നെർവ്സ് കണ്ടെയ്ൻ ബോത്ത് സെൻസറി ആൻഡ് മോട്ടോർ നെർവ് ഫൈബേഴ്സ്. അപ്പോൾ സെൻസറി നെർവുകളും മോട്ടോർ നെർവുകളും കൂടി ചേർന്നതിനെയാണ് മിക്സഡ് നെർവ് എന്ന് പറയുക. രണ്ടും ഡാമേജ് ആയതുകൊണ്ടാണ് അയാൾക്ക് സെൻസേഷൻ ഒന്നും അറിയാതെ പോയത്. Damage to both hinder the transmission of sensory and motor impulses to and fro brain. അപ്പോൾ ബ്രെയിനിലേക്ക് പോണ ഇമ്പൾസും ഇല്ല, ബ്രെയിനിൽ നിന്ന് വരുന്ന ഇമ്പൾസും ഇല്ല അയാൾക്ക്. അടുത്തത്, ഒബ്സർവ് ദി ഇലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ആണ്. എ, ബി, സി നമ്മൾ മാർക്ക് ചെയ്യണം. ആദ്യം എ ആൻഡ് ബി പാർട്ടിൻ്റെ പേരുകൾ. എ, ന്യൂറോ സെക്രട്ടറി സെൽസ് ആണ്. ബി, ഹൈപ്പോതലാമസ് ആണ്.
B. How does the gland label B influence the part labeled as C? Releasing hormones from hypothalamus influence the pituitary in its hormone production. ഇനി ഇതിലൊരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, 9-നൊരു ഓർ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. Phytochrome is a light sensitive pigment found in plants. A. Where is this pigment synthesized? B. What is the significance of this pigment in plants? അപ്പോൾ ഈ പിഗ്മെന്റ് എവിടെയാണ് സിന്തസൈസ് ചെയ്യണതെന്ന് ചോദിച്ചാൽ സിന്തസൈസ്ഡ് in the fully developed leaves at the shoot apex. ബിയുടെ ആൻസർ വരുന്നത് through phytochrome leaves perceive the length of day and night and transmit signal to the shoot apex to induce flowering. As a result of this, genes that control flowering is stimulated. 10. Your class conducts an exhibition on the topic Know Your Hormones to create awareness on endocrine gland disorders. A. Explain how organizing such exhibitions helps students to develop compassion and social responsibility. അതിൻ്റെ ആൻസർ കമ്പാഷൻ ഫോർ ദം ബൈ അണ്ടർസ്റ്റാൻഡിങ് ഹോർമോണൽ ഡിസോർഡേഴ്സ്, അതിൻ്റെ പേരുകളും ആൻഡ് ദെയർ കോസസും. ബി. സജസ്റ്റ് എനി 2 മീനിങ് ആക്ടിവിറ്റീസ് ടു പ്രൊമോട്ട് എംപതി ആൻഡ് അവയർനെസ് അബൌട്ട് പീപ്പിൾ വിത്ത് ഹോർമോണൽ ഇംബാലൻസസ്. അപ്പോൾ അതിൽ വിസിറ്റിംഗ് ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സ്, പാലിയേറ്റീവ് സെൻറ്റേഴ്സ് ഒക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാം. 11. എ. അനലൈസ് ദ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. പെർസിസ്റ്റന്റ് കഫ്, ചെസ്റ്റ് പെയിൻ ആൻഡ് വെയിറ്റ് ലോസ് ആർ ദ സിംറ്റംസ് ഓഫ് ദ ഡിസീസ്. ഐഡൻറ്റിഫൈ ദ ഡിസീസ് ആൻഡ് ഇറ്റ്സ് പാത്തോജൻ ആണ്. ട്യൂബർകുലോസിസ് ആണ്. ട്യൂബർകുലോസിന്റെ നമുക്ക് ഡിസീസിന്റെ പേര് മാത്രമേ ഞാനിവിടെ എഴുതിയിട്ടുള്ളൂ. ഇതിന്റെ പാത്തോജന്റെ പേര് പറയാം. മൈക്കോബാക്ടീരിയൻ ട്യൂബർകുലോസിസ് ആണ് കേട്ടോ. അതിവിടെ എഴുതാം, കുറച്ച് വലിയ പേരാണ്. മൈക്കോബാക്ടീരിയം PERIUM ആണ്. മൈക്കോബാക്ടീരിയം. പിന്നെ ഈ പേര് തന്നെയാണ് എഴുതേണ്ടത്, ട്യൂബർകുലോസിസ്. ഇതിന്റെ പേരാണ് കേട്ടോ. ഈ ബാക്ടീരിയ ആണ്, ഈ ഒരു ബാക്ടീരിയ ആണ്, ഇതാണ് പാത്തോജൻ, രോഗാണു. ഈ രോഗാണുവാണ് ട്യൂബർകുലോസിസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് രണ്ടും എഴുതണേ. ഇതാണ് ആൻസർ കേട്ടോ എയുടെ. അടുത്ത ഡിസ്ക്രൈബ് ദ പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് മെത്തേഡ് ഫോർ ദിസ് ഡിസീസ്. BCG വാക്സിനേഷൻ, ലോങ് ടേം ട്രീറ്റ്മെന്റ് ബൈ യൂസിങ് മൾട്ടിപ്പിൾ ആന്റിബയോട്ടിക്സ്, ഡോട്ട്സ് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാം. ഇനി അനലൈസ് ദി ഇലസ്ട്രേഷൻ ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. ഓർ ക്വസ്റ്റ്യൻ ആണ് അതിന്റെ. ഐഡന്റിഫൈ ദ പ്രോസസ് ഇലസ്ട്രേറ്റഡ്. ഇവിടെ ഫാഗോസൈറ്റോസിസ് ആണ് ഈ പ്രോസസ്സ്. ബാക്ടീരിയനെ എൻഗൾഫ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫാഗോസൈറ്റോസിസ്. ഐഡന്റിഫൈ ദ പ്രോസസ് ഇലസ്ട്രേറ്റഡ്. എന്താണ്? ഫാഗോസൈറ്റോസിസ് ആണ്. അപ്പോൾ ബിയുടെ ആൻസർ വരുന്നത് വാട്ട് ഇസ് ദ റോൾ ഓഫ് എ ആൻഡ് ബി ഇൻ ദിസ് പ്രോസസ് ചോദിച്ചാൽ ദ ഫാഗോസോം ബി ഈസ് ഡിസ്ട്രോയിഡ് യൂസിങ് എൻസൈംസ് ഇൻ ദ ലൈസോസോം എ. ഇവിടെ ഇത് നിങ്ങൾ ഫസ്റ്റത്തെ ഡിസീസിൻ്റെ പേര് ട്യൂബർകുലോസിസ്, പാത്തോജൻ്റെ പേര് മൈക്കോബാക്ടീരിയൻ ട്യൂബർകുലോസിസുമാണ് കേട്ടോ എ ആൻസർ. അപ്പോൾ 11 ബിയുടെ ആൻസർ പറഞ്ഞു. ഇനി 12 ആണ്. 12 ഒബ്സർവ് ദ ഗിവൺ ഡയഗ്രാം ഓഫ് ദി ഇന്നർ ഇയർ ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. ഡ്യൂ ടു ഡിഫക്ട്സ് ഓഫ് വിച്ച് പാർട്ട് ലേബിൾ A, B and C ഡസ് എ പേഴ്സൺസ് ബോഡി ബാലൻസ് ഗെറ്റ് ലോസ്റ്റ്. ഈ A, B, C ഈ ഏത് പാർട്ടിലെ ബാലൻസ് നഷ്ടപ്പെടുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ബോഡി ബാലൻസ് നഷ്ടപ്പെടുക? അതിൻ്റെ ആൻസർ വരുന്നത് ഈ A പാർട്ടും B പാർട്ടും. അപ്പോൾ ഡിഫക്ട്സ് ഓഫ് A, B ആണ്. A എന്ന് പറയുന്നത് സെമി സർക്കുലർ കനാൽസ് ആണ്. B എന്ന് പറയുന്നത് വെസ്റ്റിബ്യൂൾ ആണ്. അപ്പോൾ ഈ രണ്ടിൻ്റെ ഒരു ബാലൻസ് നഷ്ടപ്പെട്ട ഒരാളുടെ ശരീരത്തുലനം നഷ്ടപ്പെടും. How does these parts helps in maintaining the body balance ആണ്. Movement of head stimulates the hair cells in the vestibular apparatus and the impulse thus formed reaches the cerebellum through the vestibular nerve. Balance is restored. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ ആണ്. ഫ്ലൂയിഡ് മൂവ്മെന്റ്സ് ഇൻസൈഡ് ദ ഇന്നർ ഇയർ ഹെൽപ്സ് ഇൻ സൗണ്ട് പെർസെപ്ഷൻ. മെൻഷൻ ദ ഫ്ലൂയിഡ് പ്രസന്റ് ഇൻ ദ ഇയർ. ചെവിയിലുള്ള ഫ്ലൂയിഡാണ് എൻഡോലിംഫും പെരിലിംഫും.
Mention how vibration of these fluids led to the generation of nerve impulses related to hearing. Movements of these fluids stimulate the hair cells present in the organ of corti to form impulses. Cochlear ആണ്. Cochlear nerve, auditory nerve transmit these to the cerebrum to hear sound. ഇനി 13 13 നമുക്ക് 3 ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പ്രോസസ്സ് എന്താണെന്നും അതിൻ്റെ സിഗ്നിഫിക്കൻസും എക്സ്പ്ലെയിൻ വേരിയസ് സ്റ്റെപ്സും ചോദിച്ചിട്ടുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല, സമയം വീഡിയോ ഒരുപാട് ലെങ്തി ആവും, അതുകൊണ്ടാണ്. 13ാമത്തെ എ ആൻസർ വരുന്നത് ട്രാൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ. പിന്നെ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മെസ്സേജ് മോളിക്യൂൾ ഇൻ ദ സെക്കൻഡ് പ്രോസസ് ആണ് അതിൻ്റെ ആൻസർ. ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ആദ്യത്തെ. രണ്ടാമത്തെ മെസ്സഞ്ചർ mRNA ആണ്. മെസ്സഞ്ചർ RNA ക്യാരി ദ മെസ്സേജ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. സിയുടെ ആൻസർ വരുന്നത് വേരിയസ് സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെസ്സഞ്ചർ RNA റീച്ചസ് ദ റൈബോസോം. ട്രാൻസ്ഫർ RNA tRNA ട്രാൻസ്ഫർ സ്പെസിഫിക് അമിനോ ആസിഡ്സ് ടു റൈബോസോം. RRA റൈബോസോമിൽ RNA ഉണ്ട്. rRNA ഹെൽപ്സ് ഇൻ ദ ബോണ്ടിങ് ഓഫ് അമിനോ ആസിഡ്സ് വിത്തിൻ റൈബോസോം. ദിസ് പ്രോട്ടീൻ ഈസ് ഫോംഡ്. 14 നമുക്ക് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. 14A-യും 14B-യും ഉണ്ട്. 14A-യുടെ ആൻസേഴ്സ് ആണ് ആദ്യം ഞാൻ പറയുന്നത്. ഇത് 14A ആണ്, ഇത് 14B ആണ് കേട്ടോ. അപ്പോൾ 14A-യുടെ വിച്ച് നെർവ് ക്യാരീസ് ദി ഇമ്പൾസസ് ഓഫ് സ്മെൽ ടു ദ ബ്രെയിൻ ആണ് ആൻസർ. ഓൾഫാക്ടറി നെർവ് ആണ്. ബി. വാട്ട് ഇസ് ദ റോൾ ഓഫ് മ്യൂക്കസ് മെംബ്രെയിൻ ഇൻ ദ സ്മെൽ പെർസെപ്ഷൻ? ഓൾഫാക്ടറി മോളിക്യൂൾസ് ആർ ഡിസോൾവ്ഡ് ഇൻ മ്യൂക്കസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ മ്യൂക്കസ് മെംബ്രെയിൻ ആൻഡ് സ്റ്റിമുലേറ്റ് ദ ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് there. How do the olfactory receptors helps in recognizing smell? When impulses reach the brain through the olfactory nerve, sense of smell is recognized. B question വരുന്നത് write a scientific explanation for the statement given below based on the structure and function of taste buds and chemoreceptors. അപ്പോൾ അതിൻ്റെ ആൻസർ substances that give rise to taste are dissolved in saliva and stimulate the chemoreceptors seen inside the taste buds. When impulses reach the brain through the nerve and make the sense of taste. 15 നമുക്ക് കണ്ണിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. ആ ഡയഗ്രാം റീഡ്രോ ചെയ്യാനാണ് നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം കേട്ടോ. അതൊന്ന് നിങ്ങൾ എടുത്ത് വരയ്ക്കുക, അത് ആദ്യത്തെ ആൻസർ. ബിയുടെ വരുന്നത് നമുക്ക് ലേബൽ ദ പാർട്സ് ആണ്. എ പാർട്ട് ഐറിസ് ആണ്. പാർട്ട് ദാറ്റ് കൺട്രോൾ ദ സൈസ് ഓഫ് ദ പീപ്പിൾ ഐറിസും, മസിൽ ദാറ്റ് ചേഞ്ചസ് ദ ഷേപ്പ് ഓഫ് ദ ലെൻസ് സീലിയറി മസിലുമാണ്. ദെൻ ഇനി സി, ഇഫ് ദ മസിൽ ഫെയിൽസ് ഇൻ എ ഫെയിൽ ടു ഫങ്ഷൻ വാട്ട് വിൽ ഹാപ്പൻ ടു പീപ്പിൾ ഇൻ ബ്രൈറ്റ് ലൈറ്റ്? Size of pupil cannot be adjusted and the amount of light entering the eye cannot be controlled. ഇനി 16 നമുക്ക് തന്നിരിക്കുന്നത് ഐഡന്റിഫൈ ദ ഗ്ലാൻഡ് ആണ്. നമ്മുടെ തൊണ്ടയിലായിട്ട് റിലേറ്റ് ചെയ്ത് കാണുന്നതാണ്. അത് തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് എഴുതുമ്പോൾ. ബി, റൈറ്റ് ദ നെയിം ഓഫ് 2 types of hormone producing cells in the gland. follicular and parafollicular cells ആണ്. Next, C, write any 2 other functions of hormone that control metabolism and body temperature. Development of brain in newborn babies and children. Body growth and development. Maintain the health of the heart, skin, reproductive system. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക. 17 നമുക്ക് ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. 4 ടൈപ്പ്: എസിനോഫിൽ, ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, ബാസോഫിൽ ആണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് ഫില്ല് ചെയ്യേണ്ട ഭാഗം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ അത് മാത്രമേ വായിക്കുന്നുള്ളൂ. എ എസിനോഫിൽ കൊടുക്കുക, ബി ന്യൂട്രോഫിൽ, സി മോണോസൈറ്റ്, 4 ബാസോഫിൽ. അതിൽ സിയുടെ താഴത്തെ നമുക്ക് ഫില്ല് ചെയ്യാൻ തന്നതാണ്. എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് ഫോറിൻ സബ്സ്റ്റൻസസ്, സ്റ്റിമുലേറ്റ്സ് ദ അതർ ഇമ്മ്യൂൺ സെൽസ്. ഇതും നമുക്ക് തന്നിരിക്കുന്നതാണ് ചെയ്യാൻ. ഇറ്റ് പ്രൊഡ്യൂസസ് ഹെപ്പാരിൻ വിച്ച് പ്രിവെൻറ്റ്സ് ബ്ലഡ് ക്ലോട്ടിങ് ആൻഡ് ഹിസ്റ്റാമിൻ വിച്ച് കോസസ് ഇൻഫ്ലമേഷൻ. ബാസോഫിലിൻ്റെ ഫംഗ്ഷൻ ആണ് കേട്ടോ. 17 കഴിഞ്ഞാൽ 18 നമുക്ക് എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് while reading a book at night a person faces sudden electricity failure for a little while he couldn't see anything. അപ്പോൾ ഒരാൾ ബുക്ക് വായിക്കുകയാണ്, രാത്രി പെട്ടെന്ന് കറണ്ട് പോവുകയാണ്. അപ്പോൾ അയാൾക്ക് പെട്ടെന്ന് കുറച്ച് നേരത്തേക്ക് ഒന്നും കാണില്ല. ഡ്യൂറിങ് ഡാർക്ക്നെസ് വാട്ട് ഹാപ്പൻസ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂട്ടാമേറ്റ് ഇൻ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആണ് ആദ്യ ചോദ്യം. അപ്പോൾ 18 എയിൽ ABC നോക്കാം. 18 എയിലെ എ ചോദ്യം, ഇൻ ദ ഡാർക്ക് ഫോട്ടോ റിസെപ്റ്റേഴ്സ് കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ് ഗ്ലൂട്ടാമേറ്റ്.
ബി 18ബിയുടെ ആൻസർ ദ ഓഫ് ബൈപോളർ സെൽസ് ഫോം ഇമ്പൾസസ് ദാറ്റ് റീച്ച് ദ ബ്രെയിൻ വിയ ഒപ്റ്റിക് നെർവ് ഹെൻസ് എ സെൻസ് ഓഫ് ഡാർക്ക്നെസ് ഈസ് ക്രിയേറ്റഡ്. C. The ganglion cell transmit impulses from bipolar cells to the optic nerve. ഇനി 18b ക്വസ്റ്റ്യൻ വരുന്നത് if student observes colorful, ഇത് 18b ആണ് കേട്ടോ, colorful lights on the stage during a school function, he can easily identify each color separately. അപ്പോൾ അതിൻ്റെ 18a നോക്കാം. 18a എന്ന് പറയണത് ഇതില്ലേ, ഇതൊന്നും വേണ്ട, കോൺ സെല്ലുകൾ മാത്രം മതി കേട്ടോ. 18ബിയുടെ ആൻസർ കോൺ സെല്ലുകളാണ്. ഇതാണ് ആൻസർ, കോൺ സെൽ, പിഗ്മെന്റ്, ഫോട്ടോപ്സിൻ, ഇത്രയും മാത്രം മതി. ബിയുടെ ആൻസർ ഈ SML നമുക്ക് അടുത്തേൽ എഴുതാൻ വേണ്ടിയാണ് കേട്ടോ അതിൽ വേണ്ടെന്ന് പറഞ്ഞത്. കളർ വിഷൻ ഈസ് മെയ്ഡ് പോസിബിൾ വെൻ ദ 3 ടൈപ്സ് ഓഫ് കോൺസ്. കോൺ സെല്ലുകൾ ഏതൊക്കെയെന്നുള്ളത് അടുത്തേൽ എഴുതിയാൽ മതി. കോൺ സെല്ലുകൾ ഏതൊക്കെയെന്ന് എഴുതണമെങ്കിൽ മാത്രം ഇതിൽ S, M, L നിങ്ങൾ കൊടുത്താൽ മതി. കോൺ സെൽ എന്ന് എഴുതിയിട്ട് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ ഇത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കളർ വിഷൻ ഈസ് മെയ്ഡ് പോസിബിൾ വെൻ ദ 3 ടൈപ്സ് ഓഫ് കോൺസ് S ബ്ലൂ, M ഗ്രീൻ, റെഡ്, L get stimulated in varying proportions when exposed to colored light depending upon the intensity and wavelength of light. അപ്പോൾ 18 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ചില ആൻസേഴ്സ് കുറച്ച് ലെങ്ത് ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചുരുക്കാം കേട്ടോ. ബയോളജി ഒക്കെ ആകുമ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം നമ്മൾ എഴുതിയാൽ മതിയാവും. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.